ഹായ്, തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അത് തന്നെയാണ് പത്തനംതിട്ട അങ്ങനെ വീണ്ടും വൈറലായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് തുടങ്ങിയത് മറ്റേ കൊടുമണ്ണിൽ രണ്ട് കുട്ടികൾ തമ്മിലുള്ള എന്തൊരു ഒരു പയ്യനെ മറ്റൊരു പയ്യൻ അവൻ്റെ കൂട്ടുകാരൻ തന്നെ കൊല ചെയ്യുകയും അത് മണ്ണിൽ കുഴിച്ചിടുകയും അവിടെ കണ്ടാണ് തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് സംഭവ വികാസങ്ങളായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ എലന്തൂർ നരബലി നടന്നത്. അതൊരു ടൂറിസം പോലായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ നരബലി നടന്ന സ്ഥലത്തേക്കുള്ള സന്ദർശകർ വരുന്നു. ഒരാഘോഷമായിരുന്നു പിന്നീട് അങ്ങോട്ട് മീഡിയയ്ക്കും എല്ലാം കുറേ കാലത്തേന്. ഇപ്പോഴും അതിൻ്റെ ഒരു ഷോക്കിൽ നിന്ന് പോയിട്ടില്ല. നരബലി ഭാഗത്ത് വഴി എപ്പോൾ നമ്മൾ എലന്തൂർ വഴി പാസ് ചെയ്ത് പോകുമ്പോഴും ഈ നരബലിയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് അങ്ങോട്ട് വലിയ കുഴപ്പമില്ലാതെ പോകുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെറിയ വിഷയങ്ങളുണ്ടെങ്കിലും ഇത്ര കാര്യമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ 2025 തുടങ്ങിയപ്പം തന്നെ കേൾക്കുന്നു, ദളിത് ബാലികയെ അറുപതിപ്പുറത്ത് ആൾക്കാർ പീഡിപ്പിച്ചു. അതിനകത്താണെങ്കിൽ ഒരു നവവരനുണ്ട്. അതുകൊണ്ടാണ് തന്നെ ഒരു അണ്ടർ ഏജിലായിട്ടുള്ള പയ്യനും അങ്ങനെ ഓട്ടോക്കാർ, മീൻ കച്ചവടക്കാർ, അങ്ങനെ സകല ആൾക്കാരും കയറി പീഡിപ്പിച്ചു. ഒരു വൻ സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ചൂടാറുന്നതിന് മുന്നേ മറ്റൊരു വാർത്തയും കൂടെ കിട്ടിയിട്ടുണ്ട്. തിരുവല്ലയിൽ മറ്റൊരു പെണ്ണിനെ കൊണ്ട് ഇതിനെ പീഡിപ്പിച്ചിരിക്കുന്നുണ്ട്. ഇത് എവിടെ ചെന്നെത്തുന്നു യാതൊരു ഇതുമില്ല. പത്തനംതിട്ട അങ്ങനെ വൈറലായിരിക്കുകയാണ്. ശരിക്കും പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന ആദ്യത്തെ സംഭവമൊന്നുമല്ല കേരളത്തിൽ, നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഓരോന്നിനും ഓരോ പ്രത്യേക കാരണങ്ങളാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ മാത്രം പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നവരോടോ അങ്ങനെ അല്ല. ഓരോ സംഭവങ്ങൾക്കും ഉണ്ടാകുന്ന സാഹചര്യം ഒരു പ്രധാന കാരണമാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് പീഡനത്തിന് വിവിധ സാഹചര്യങ്ങളാണ്. ചിലപ്പം ആണിൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ചില കേസുകളിൽ നേരെ തിരിച്ച് പെണ്ണ് അവൻ അനാവശ്യമായൊരു എൻട്രി നടത്തുന്നത് മൂലവും ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതേപ്പറ്റി പറയാനുള്ളത്? നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി കമൻറ്റിൽ രേഖപ്പെടുത്തുക.